പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി എങ്ങനെയൊക്കെയോ നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി വീട്ടിലെത്തിച്ചു. വണ്ടി വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്വഭാവം അവന്റെ സ്വഭാവം എല്ലാം ഒരേപോലെയാണ്. എങ്ങനെ അടുത്ത പരിപാടി സെറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കണോ, എന്തൊക്കെയാണ് അടുത്ത പരിപാടികൾ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അങ്ങനെ ആദ്യം നമ്മൾ ചെറിയ ചെറിയ ഒരു വർക്കിലേക്ക് വന്നു. ആദ്യം നമ്മൾ എന്തൊക്കെ വന്നു, ഇന്ത്യയിൽ ക്ലീനിങ്ങും പരിപാടി, കുറെ ചെളിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ കുറെ മിസ്റ്റേക്സുകൾ അതെല്ലാം നമ്മൾ കറക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് മൊത്തത്തിൽ നമ്മളൊന്ന് മെക്കാനിക്കൽ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കൊണ്ടുപോയി നോക്കി. അപ്പോൾ വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം പക്കയാണ്. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യണം. അതായത് നമ്മുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, നമ്മുടെ ഒരു വണ്ടിഭ്രാന്ത് കാര്യങ്ങളെല്ലാം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസം ഇവരെന്നെ വിളിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, അടുത്ത് നമ്മൾ എന്തോ ചെയ്യണം, അടുത്ത് എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫൈനലി ആദ്യം നമ്മളൊന്ന് എന്താ പറയുക, വീൽസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ചെറുതായിട്ടൊന്ന് ഇപ്പൊ ടെയിൽ ലാമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാമെന്നായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്. ടൈം ഇങ്ങനെ, അതായത് നമ്മൾ ഓരോ പ്രാവശ്യം വിളിക്കുന്തോറും പ്ലാനുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം ചെറിയ ചെറിയ പാർട്സുകൾ മാറുന്നത് തൊട്ട് പിന്നെ കൺവേർഷനിലേക്കായി. പിന്നെ കൺവേർഷൻ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ചു അന്ന് പിന്നെ കവർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ റാപ്പിലേക്കായി. അങ്ങനെ 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 ഫുൾ പ്ലാനുകളും ചേഞ്ച് ആയി. നമ്മൾ നേരെ വണ്ടി കൊണ്ട് കാർബണിലേക്ക് കയറ്റിയാണ്. അതായത് 2022 ആ ഒരു ടൈമാണ് തോന്നുന്നു. ആ ഒരു ടൈമിലേക്ക് നമ്മൾ വണ്ടി രണ്ടും കൽപ്പിച്ച് കാർബണിൽ കൊണ്ട് കയറ്റി. കാർബണിൽ കൊണ്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ റാപ്പ്. അപ്പം ഞങ്ങളുടെ എല്ലാം കൺഫ്യൂഷൻ, ഏത് കളർ ചെയ്യും. അപ്പം കളറിന്റെ കാര്യത്തിൽ പിന്നെ അവനൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. അവൻ, നിങ്ങൾക്കറിയായിരിക്കും, അവന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് സിയാൻ കളറാണ്. അതിന് അവന് പറയാൻ കുറെ ന്യായീകരണങ്ങളുണ്ട്, അതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല. അവൻ ആ ഒരു കളറിനോട്